ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി. പാസ്സായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി പിന്നെ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് പ്രശ്നം പരിഹാരം കണ്ടെത്തി പോകണം. സ്കൂളിൻ്റെ അന്തരീക്ഷം സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയണം. വാശിയും വൈരാഗ്യമൊക്കെ നമുക്ക് മാറ്റിവെച്ചിട്ട് കുട്ടിയും കൂടെ സ്കൂളിൽ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യുകയായിരിക്കും നല്ലത്. ഈ സ്കൂൾ മാനുവൽ ആണ് വലുത്, ഭരണഘടനയേക്കാൾ വലുത് സ്കൂൾ മാനുവൽ ആണെന്ന രീതിയിലാണ് സ്കൂളിന്റെ പ്രതികരണം. ഈ KER-നേക്കാളൊക്കെ അത് KER വായിക്കാത്തവർക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥയാണ്. ഈ പരിഹരിച്ച പ്രശ്നം വീണ്ടും ആളിക്കത്തിച്ചത് മന്ത്രിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് പിന്തുണയ്ക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഗവൺമെന്റ് വിമർശിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ കീഴ്വഴക്കം. BJP അടക്കം ഏറ്റെടുത്തിട്ടുണ്ടല്ലോ എന്താ BJP വിഷയം ഒക്കെ ഇടപെടുന്നുണ്ട് ഈ വിഷയത്തിൽ. അതൊരു പെൺകുട്ടി, അതിൽ ഗവൺമെന്റ് നമശിവ എന്ന് പറഞ്ഞ് ഇരിക്കണോ? ഒന്നും മിണ്ടാതിരിക്കണോ? ഗവൺമെന്റ് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു കത്ത് കിട്ടിയാൽ അത് പരിശോധിക്കണ്ടേ? പിന്നെ ഗവൺമെന്റിനെ വെല്ലുവിളിച്ചുകൊണ്ടും പിന്നെ ഞങ്ങൾക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും അതിൽ നിന്ന് പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയാരും ഇടപെടെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മറുപടി പറയണ്ടേ? അതിന് അത്രേ ചെയ്തിട്ടുള്ളൂ. ഇന്നലെ പാലക്കാട് കണ്ണാടി സ്കൂളിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്ക് നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ ഈ അധ്യാപകർ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ അത് രണ്ട് ഭാഗമുണ്ട്. നമുക്കത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ട് ഒരു വിശദമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ തന്നെ ചുമതലപ്പെടുത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. ഇതിപ്പം ഇതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ഈ മാധ്യമങ്ങളിലെ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ദിവസവും നിരവധി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ദിവസവും ഒരു 4-5 പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഡ്രസ് ചെയ്യേണ്ട ഒരു വിശേഷം വന്നിരിക്കുകയാണ്. അതിൻ്റെ പരമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അധ്യാപകരും കുട്ടികളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു ശാന്തമായ അന്തരീക്ഷത്തിൽ മാത്രമേ സ്കൂൾ അന്തരീക്ഷം കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഈ കായികമേളയുടെ പേരിലെ കുട്ടികളിൽ നിന്ന് പണപ്പിരിവ് നടത്തുന്ന ഒരു പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.